ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുവജിത്ത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ നയങ്ങൾ തിരുത്തുക, തൊഴിലുറപ്പ് മേഖലയിൽ പുതുതായി കൊണ്ടുവന്ന തൊഴിലാളി വിരുദ്ധ ചട്ടങ്ങൾ പിൻവലിക്കുക, കാർഷിക മേഖലയിലേക്ക് തൊഴിലുറപ്പ് പദ്ധതി വ്യാപിപ്പിക്കുക, ദിവസേന വേതനം 800 രൂപയായി വർദ്ധിപ്പിക്കുക, കുടുംബത്തിന് വർഷത്തിൽ 200 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുക, ഇൻഷുറൻസ് ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് INTUC അങ്കമാലി റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ അങ്കമാലി ടൗണിൽ പ്രതിഷേധ മാർച്ചും ബ്ലോക്ക്
ഇവിടെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി വെച്ചുകൊണ്ടും തൊഴിലാളികളുടെ എണ്ണം വെച്ചുകൊണ്ടും എത്ര തൊഴിലുണ്ട് എന്നൊക്കെ കാണിച്ചുകൊണ്ടുമുള്ള റിപ്പോർട്ട് അടക്കം സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾക്ക് നൽകി ഈ രംഗത്ത് ഒരു വലിയ മാറ്റമുണ്ടാക്കാനുള്ള നീക്കം നടത്തണം. അതിന്റെ ഭാഗമാണ് ഈ സമരം. ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. എന്റെ വാക്കുകൾ നിർത്തുന്നു. ഉജ്ജായിക്കുന്നു. ഇവിടെ വേദിയിലും സദസ്സിലുമെല്ലാം സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ കോൺഗ്രസ് നേതാക്കന്മാരെ, INTUC-യുടെ തൊഴിലാളി സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. തൊഴിലാളികളുടെ മിനിമം വേതനം 700 രൂപയാക്കുക. തൊഴിലുറപ്പ് തൊഴിലാളികളെ ESI പദ്ധതിയിൽ പരിധിയിൽ കൊണ്ടുവരിക. തൊഴിൽ ദിനം 200 ദിവസമാക്കുക. തൊഴിലുറപ്പ് പദ്ധതി കാർഷിക മേഖലയിൽ വ്യാപകമായി നടപ്പിലാക്കുക. തൊഴിൽ വേതനവും സാധന സാമഗ്രികളുടെ പണവും സമയബന്ധിതമായും കാലതാമസം കൂടാതെയും ലഭ്യമാക്കുക. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇൻഷുറൻസും PF-ഉം ഏർപ്പെടുത്തുക. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് INTUC-യുടെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ 14 ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് മുമ്പിൽ നടത്തുന്ന ധർണയുടെ ഭാഗമായിട്ടാണ് ഇവിടെ നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. ശ്രീ ഏലിയാസ് കെ തരിയൻ, ശ്രീ സാജു നെടുങ്ങാടൻ, ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കൗൺസിലേഴ്സ്, എൻ്റെ പ്രിയങ്കരായ INTUC-യുടെ ജില്ലാ ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാരായ ശ്രീ AD പോളി, ബെന്നി ഖാൻ, ശ്രീ ജോബി ചാക്കോ, ശ്രീ ജോസ് പി ആന്റണി, ശ്രീ റോജിൻ, ശ്രീ സിബി, ശ്രീ ദിലീപ്, ഷൈറോ, പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, തൊഴിലാളി സുഹൃത്തുക്കളെ, ഇന്ന് കേരളത്തിലെ 152ഓളം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇതേപോലെ മാർച്ചും ധർണയും നടക്കുകയാണ്. എറണാകുളം ജില്ലയിൽ 14 ബ്ലോക്കുകളിലാണ് ഇത് നടക്കുന്നത്. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ വാഴക്കുളത്ത് ഈ പരിപാടി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനിയായ നമ്മുടെ പ്രിയങ്കരിയായ സോണിയാഗാന്ധി UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ലോകരാഷ്ട്രങ്ങൾ എല്ലാം അതിശയിച്ചു നിൽക്കുന്ന ഒരു പദ്ധതിയായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ഈ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ ലോകമെല്ലാവരും, ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളെല്ലാവരും അതിശയിച്ചു പോയി ഇത് എങ്ങനെ കൊണ്ട് നടക്കും എന്നുള്ളത്. ആ കാലഘട്ടത്തിൽ തന്നെ ആ പദ്ധതി വിഹിതം 2.25 കോടി ലക്ഷം രൂപ മാറ്റിവെച്ചതാണ് ഈ പദ്ധതി തുടങ്ങിയത്. ഇന്നിപ്പോൾ 1.25 കോടി രൂപ വെട്ടിക്കുറച്ച് 1.25 കോടി ലക്ഷം രൂപ വെട്ടിക്കുറച്ച് 86,000 കോടി രൂപയായി മാറ്റിയിരിക്കുകയാണ്. എല്ലാ വർഷവും നമ്മൾ INTUC ഈ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സമരപരിപാടികൾ നമ്മൾ നടത്താറുണ്ട്. പലതൊക്കെ വിജയിക്കാറുമുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മൾ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി, കളക്ടറേറ്റ് മാർച്ച് നടത്തുവാൻ തീരുമാനിച്ചു. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി. നിർഭാഗ്യവശാൽ വയനാട് സംഭവം കാരണം അത് മാറ്റിവെക്കേണ്ടി വന്നു. ഇപ്പോൾ ബ്ലോക്ക് തലങ്ങളിൽ നമ്മൾ സമരം നടത്തുകയാണ്. ഈ സമരത്തിൻ്റെ ഉദ്ദേശം ബഹുമാനപ്പെട്ട നമ്മുടെ സ്വാഗത പ്രാസംഗികനും നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ശ്രീ ജോയിച്ചേട്ടൻ പറയുന്നത് കൊണ്ടും ഈ നമ്മളൊരു പരിപാടി ഇട്ടത് 10 മണിക്കാണ്, 12 മണിക്ക് തന്നെ നമുക്കത് അവസാനിപ്പിക്കേണ്ടതായിട്ടുള്ള വാശി എനിക്കുണ്ട്. സമയം കൃത്യത പാലിക്കണം. ഞങ്ങൾ മാത്രമല്ല, വരുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും ഇനിമേലിലെങ്കിലും അത് വാക്ക് പാലിക്കാനും സമയത്തിൽ തുടങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. INTUC എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും അങ്കമാലി റീജിയണൽ കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്ന മുൻ ജനപ്രതിനിധി കൂടിയായിട്ടുള്ള ശ്രീ ബാബു സാനി, ഇവിടെ ഈ ധർണാ സമരം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന KPCC നിർവാഹക സമിതി അംഗവും INTUC-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ മുൻ MLA ശ്രീ PJ ജോയിച്ചേട്ടൻ, അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ശ്രീ മാത്യു തോമസ് അവർകൾ, UDF-ൻ്റെ കൺവീനർ ശ്രീ TM വർഗീസേട്ടൻ, അതോടൊപ്പം തന്നെ കാലടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സെബി കടങ്ങൻ അടക്കമുള്ള കോൺഗ്രസിൻ്റെയും INTUC-യുടെയും നേതാക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ
തൊഴിലാളി സുഹൃത്തുക്കളെ, നമുക്കറിയാം ഒന്നാം UPA ഗവൺമെൻറ് 2004 അധികാരത്തിൽ വന്ന ഒന്നാം UPA ഗവൺമെൻറ് രാജ്യത്തെ ദാരിദ്ര്യ ലഘൂകരണത്തിന് വേണ്ടി, ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി രാജ്യത്തിൻ്റെ അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗും UPA ചെയർപേഴ്സൺ അന്നത്തെ ശ്രീമതി സോണിയാഗാന്ധിയും ചിപ്പി സൈക്കിൾസ് അങ്കമാലി. അങ്കമാലി പട്ടണത്തെ സൈക്കിൾ സവാരിയിലേക്ക് നയിച്ച ചിപ്പി സൈക്കിൾസ് 10ാം വർഷത്തിലേക്ക്. ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളായ ഹെർക്കുലീസ്, ക്രോസ്, ടാറ്റ സ്ട്രൈഡർ, BSA എന്നീ കമ്പനികളുടെ എല്ലാ മോഡൽ സൈക്കിളുകൾക്കും ചിപ്പി സൈക്കിൾസ് അങ്കമാലി, കിഴക്കേ പള്ളി റോഡ്, അങ്കമാലി, ഓപ്പോസിറ്റ് ഹോട്ടൽ ആനന്ദ ഭവൻ. ഫോൺ നമ്പർ 8606471144. ചിപ്പി സൈക്കിൾസ് അങ്കമാലി. അങ്കമാലി പട്ടണത്തെ സൈക്കിൾ സവാരിയിലേക്ക് നയിച്ച ചിപ്പി സൈക്കിൾസ് 10ാം വർഷത്തിലേക്ക്. ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളായ ഹെർക്കുലീസ്, ക്രോസ്, ടാറ്റ സ്ട്രൈഡർ, BSA എന്നീ കമ്പനികളുടെ എല്ലാ മോഡൽ സൈക്കിളുകൾക്കും ചിപ്പി സൈക്കിൾസ് അങ്കമാലി, കിഴക്കേ പള്ളി റോഡ്, അങ്കമാലി, ഓപ്പോസിറ്റ് ഹോട്ടൽ ആനന്ദ ഭവൻ. ഫോൺ നമ്പർ 8606471144. ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം എന്നീ ചാനലുകളിൽ പരസ്യങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 7736964883 9072046846. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.